ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. എൻ്റെ തൊണ്ട എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ, ഒരു ജലദോഷത്തിൻ്റെ പോലത്തെ ഒരു ഫീലുണ്ട്. അപ്പോൾ രാവിലെ ഞാൻ എണീച്ചപ്പോൾ തന്നെ ചൂടുവെള്ളമൊക്കെയാണ് കുടിക്കേണ്ടത്, എന്നാലും എനിക്കൊരു ചായ കുടിക്കുന്ന ഒരു ടെൻഡൻസി കേട്ടോ, കാരണം തൊണ്ട അത്ര ശരിയല്ല. അപ്പോൾ ഇന്ന് ഒരു ബിസി സൺഡേ ആവാൻ പോവാണ്. ഫസ്റ്റ് ഞാൻ കുറച്ച് പനക്കൽക്കണ്ട എടുത്ത് ഉരുക്കാൻ വെക്കാൻ പോവാണ് കേട്ടോ, എനിക്ക് ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ചായ കുടിക്കണമെങ്കിൽ അത് നല്ല അന്തസ്സായിട്ട് ചായ കുടിക്കും കേട്ടോ, നല്ല ഇഞ്ചിയൊക്കെ ഇട്ട് ഏലക്കയൊക്കെ ഇട്ട് അങ്ങനെയാണ്. ചേട്ടായിക്കാണെങ്കിൽ പറയും ഇതിനകത്ത് എന്തൊക്കെയോ ആഡ് ചെയ്തിരിക്കും, എനിക്കിതൊന്നും വേണ്ട, എനിക്ക് വെറും ഒരു നോർമൽ ചായ മതി എന്ന് പറയും. അതുകൊണ്ട് തന്നെ ഞാൻ കുടിക്കുമ്പോൾ മാത്രം ഞാൻ ഇഞ്ചി ഏലക്ക അതൊക്കെ ഇടും കേട്ടോ, കുറച്ച് ആഡംബരം കൂടുതലാണ് ചായക്ക്. കുടിച്ചാൽ നല്ല കിടിലനായിട്ട് കുടിക്കണം, ഇല്ലെങ്കിൽ കുടിച്ചില്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഈ ഫ്രിഡ്ജ് ഓർഗനൈസർ ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ, സത്യം പറഞ്ഞാൽ അത് വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ ഇന്ന് എന്താണ് പരിപാടി, എന്താണ് രാവിലെ എഴുന്നേറ്റതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ, ഇന്ന് രാവിലെ ഞാൻ ലീല ചേച്ചിയോട് ട്രിവാൻഡ്രത്തൊരു നമുക്കൊരു എൻഗേജ്മെൻറ്റ് ഫംഗ്ഷൻ ഉണ്ട്. വട്ടിയൂർക്കാവ് ചേട്ടൻ്റെ ഫാമിലി, ഐ മീൻ ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയിൽ ഒരു മോൻ്റെ അനന്തുവിൻ്റെ എൻഗേജ്മെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ പ്രവി ചേച്ചിയുടെ മോനാണ് അനന്തു. അപ്പോൾ വഴി പറയുകയാണെങ്കിൽ ചേട്ടായിയുടെ അളിയൻ്റെ ഫാമിലി. ഓക്കെ, അപ്പോൾ അവരാണ്. അപ്പോൾ ഞാൻ വന്ന സമയം തൊട്ട് ആ ഫാമിലി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര അടുത്ത് നിൽക്കുന്ന ഫാമിലി ആട്ടോ നമ്മളായിട്ട്. അപ്പോൾ രാവിലെ അങ്ങോട്ട് പോകണം. രാവിലെ നമ്മുടെ ലക്കി വെളിയിൽ വന്നിരുന്ന വായനോട്ടം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാവ് തീർന്നിരിക്കും. അപ്പോൾ ഞാൻ പോകുന്നതിന് മുമ്പ് അരിയൊക്കെ ഒന്ന് വെള്ളത്തിലിട്ടിട്ട് പോവുകയാണെങ്കിൽ തിരിച്ചു വരുമ്പോൾ നമുക്ക് ആട്ടി വെച്ചാൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ കുറച്ചൊക്കെ പണിയൊക്കെ ഒതുക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ യൂഷ്വലി ആദ്യം പണ്ട് തൊട്ടേ ഇടുന്നത് 3 ഗ്ലാസ് പച്ചരി 1.5 ഗ്ലാസ് ഉഴുന്നാട്ടോ ഞാൻ ഇടുന്നത്. ചിലപ്പോൾ ഞാൻ റാഗി പിന്നെ പച്ചപ്പയർ അതൊക്കെ ഉപയോഗിച്ചും ഞാൻ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഞാൻ രാത്രി കഴുകി വെച്ച പാത്രങ്ങളെല്ലാം എടുത്ത് മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ്. മാറ്റി വെച്ച് കിച്ചൺ കുറച്ച് ക്ലീൻ ചെയ്ത് ചേട്ടായിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് വേണം നമുക്ക് പോവാൻ. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ മെയിൻ പ്ലാനുകൾ. അതേപോലെ ഇന്നത്തെ ദിവസം നമുക്ക് ഇന്നൊരു എന്താ പറയുന്ന മാരേജ് റിസപ്ഷനുണ്ട്. അപ്പോൾ ട്രിവാൻഡ്രം പോയിട്ട് നേരെ തിരിച്ച് തക്കലെ വീണ്ടും വരണം. രാത്രി ഇന്നൊരു ഫംഗ്ഷനൂടെ കൂടെ. അപ്പോൾ മൊത്തത്തിൽ ഒരു ബിസി കല്യാണ എൻഗേജ്മെൻറ്റ് റിസപ്ഷൻ അങ്ങനത്തെ ഒരു ബിസി ആയിട്ടുള്ള ഒരു ദിവസമാവാൻ പോവുകയാണിത് കേട്ടോ. അപ്പോൾ എൻ്റെ പനങ്ങൾക്കെല്ലാം ഉരുകി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തോട്ട് പാലൊക്കെ ഒഴിച്ച് നല്ല കിടിലനായിട്ട് ചായയൊക്കെ എടുത്ത് രാവിലെ അതൊന്ന് കുടിച്ച് എൻ്റെ തൊണ്ടയൊക്കെ ഒന്ന് ശരിയാക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ ഞാൻ ചായയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അരിയെല്ലാം കഴുകി നല്ല നമുക്ക് ആട്ടാൻ പരുവത്തിലുള്ള വെള്ളത്തിലാക്കി വെച്ച് അതിനകത്തോട്ട് ഉലുവയൊക്കെ ഇട്ട് വെച്ച് സെറ്റാക്കി. ഇനി ഞാൻ പോയിട്ട് എൻ്റെ ചായയൊക്കെ കുടിക്കട്ടെ, കുറച്ച് നേരം സ്വസ്ഥമായിട്ടിരുന്ന്. അപ്പോൾ ചേട്ടാ ഇതുവരെ ഉണർന്നിട്ടില്ല. ലക്കി ഓൾറെഡി ഉണർന്ന് വെളിയിൽ കുത്തിയിരിപ്പുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഒന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് ഇതേപോലെ എനിക്ക് രാവിലെ എണീക്കുമ്പോൾ വലിയ ഹറിബറി ഒന്നും ഇല്ലാതെ കുറച്ച് നേരം ഇരുന്ന് ചായ കുടിക്കാൻ പറ്റുന്നത് ഭയങ്കര സന്തോഷമാണ്. മോസ്റ്റ് ഓഫ് ദി ഡേ അത് നടക്കാറില്ല കേട്ടോ. അപ്പോൾ ഇന്നെന്തുമായാലും ഇന്ന് ചേട്ടായി ഞായറാഴ്ച കണ്ട് ചേട്ടായി ഉറങ്ങുമായിരിക്കുമല്ലോ. അപ്പോൾ ഇന്ന് അതുകൊണ്ട് കുഴപ്പമില്ല. അതുകൊണ്ട് രാവിലെ കുറച്ച് നേരം ഞാൻ റെസ്റ്റ് ചെയ്തിട്ട് ബാക്കി പണിയൊക്കെ തീർക്കണം. അപ്പോൾ ഇപ്പോൾ ചേട്ടായിക്ക് ഞാൻ നല്ല ഓട്സ് ദോശയും ചട്നിയൊക്കെ ഉണ്ടാക്കി വെക്കാൻ പോവാണ് കേട്ടോ. ഉണ്ടാക്കി വെക്കുന്ന പുള്ളിക്കാരൻ്റെ അടുത്ത് കഴിച്ചോളൂല്ലോ. അപ്പോൾ ഞാൻ പോകാൻ നേരത്തൊന്ന് ഉണർത്തിയാൽ മതി. അപ്പോൾ അതാ പ്ലാൻ. അപ്പോൾ എൻ്റെ പണിയൊക്കെ തീർന്നിട്ട് ഞാനാണെങ്കിൽ ഒന്ന് റെഡിയാവാൻ പോവാം. ഞാൻ വലിയ ആഡംബരമൊന്നുമില്ല കേട്ടോ. ഒരു ഐഡൻറ്റിറ്റിയുടെ ബ്ലൂ ടോപ്പ്, ഇത് ഞാൻ ടൂറിന് പോയപ്പോൾ മേടിച്ച ടോപ്പാണ് കേട്ടോ. അന്ന് ലുലു മാളിൽ നിന്ന് മേടിച്ചതായിരുന്നു. ഇത് ഐഡൻറ്റിറ്റിയുടെയാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഇടാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആസ് യൂഷ്വൽ മോയ്സ്ചറൈസർ, BB ക്രീം, പിന്നെ പൗഡർ, ലിപ്സ്റ്റിക്ക് ഇതെല്ലാം ഇട്ട് സുന്ദരിയൊക്കെ ഇട്ടിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. കൊള്ളാമോ? ഇത് നമ്മൾ അന്ന് RK മോളിൽ നിന്ന് മേടിച്ച നമ്മുടെ കസ്റ്റമൈസ്ഡ് സ്പ്രേ ആണ് കേട്ടോ. അത് നല്ലൊരു സ്പ്രേ ആണ്. മുഖത്ത് അനാവശ്യമായി 2-3 കുരുക്കൾ വന്നിട്ടുണ്ട്. ഒരു കാര്യമില്ല. അടുത്ത ആഴ്ച ഇനി വിഷ്ണുവിൻ്റെ കല്യാണമാണ്. എന്തിനാണോ എന്തോ ഈ കുരുക്കൾ ഇങ്ങനെ കാണിക്കുന്നത് ഇതുവരെ അറിഞ്ഞൂടാ. ഞാൻ ആ കിലികില എന്നുള്ള വളം മേടിച്ചത് എവിടെന്നാന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. ഞാനന്ന് ടൂർ പോയപ്പോൾ നമ്മൾ കൊച്ചിയിൽ നിന്ന് മേടിച്ചതായിരുന്നു. അപ്പം ഞാൻ ഈ ബാഗ് കന്യാകുമാരിയിൽ നിന്ന് മേടിച്ച ഈ സ്ലിംഗ് ബാഗാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. അപ്പോൾ ബേസിക് വേറെ ഒന്നുമില്ല, ഒരു ലിപ്സ്റ്റിക്ക് പിന്നെ സൺസ്ക്രീനൊക്കെ ഇട്ടുകൊണ്ടാണ് പോകാൻ പോകുന്നത്. അപ്പോൾ ചേച്ചി റെഡി ആയിട്ടുണ്ട്. നമുക്ക് നിങ്ങളെ ഒന്നുകൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചേട്ടായി ഞങ്ങളെ രണ്ടുപേരെ കൂടെ ഒന്ന് തക്കലയിലോട്ട് കൊണ്ടാക്കാൻ പോവാണ് കേട്ടോ. എൻ്റെ ബാഗിലെ സാധനങ്ങൾ ഞാൻ പവർ ബാങ്ക് ഒക്കെ ഇട്ടപ്പോൾ എൻ്റെ ബാഗിൽ പിന്നെ സ്ഥലമില്ല. അപ്പോൾ ചേച്ചിയുടെ കയ്യിൽ എല്ലാം കൂടെ കൊടുത്തിട്ട് ഞാൻ ചേച്ചിയുടെ ബാഗിൽ ഇട്ടോളാൻ പറഞ്ഞേക്കാണ്. കാരണം ഞാനിപ്പോൾ ഫോണിലാണെങ്കിൽ നമ്മൾ വീഡിയോസ് കണ്ടിന്യൂസ്ലി എടുക്കുവാണെങ്കിൽ ഫോൺ പെട്ടെന്ന് ചാർജ് തീരും.
അപ്പോൾ തക്കലയാണെങ്കിൽ നമ്മളെ കൊണ്ടിറക്കി, അതിനുശേഷം നമ്മൾ ബസ്സിൽ കയറി. അവിടെ വന്ന് ബസ്സിൽ കയറിയിട്ട് അവിടെ വന്നിട്ട് നമ്മൾ വട്ടിയൂർക്കാവെന്ന് പറഞ്ഞ് നമ്മൾ ഈ ഇതെടുക്കും കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ ഇന്ന് പോകാൻ പോകുന്നത് NSSൻ്റെ ഒരു ഓഡിറ്റോറിയത്തിലാണ് നമ്മുടെ എൻഗേജ്മെൻറ്റ് ഫംഗ്ഷൻ. അപ്പം ആക്ച്വലി ആ ആട്ടോ സ്റ്റാൻഡിൽ നിന്ന് തന്നെ നമ്മൾ ഏത് സ്ഥലമാണെന്നൊക്കെ പറഞ്ഞിട്ട് കയറുവാണെങ്കിൽ ഒരു പാടുമില്ല കേട്ടോ. എത്ര എമൗണ്ടാണെന്ന് ആദ്യമേ നമുക്കറിയാം. ആ എമൗണ്ട് പേ ചെയ്യുക, വന്നിറങ്ങുക, ഈസി പീസി. ഇതാണ് കേട്ടോ പ്രഭി ചേച്ചിയുടെ മോൻ്റെ എന്താണ്, ഇവനാണ് അനന്തു, നമ്മുടെ കല്യാണ ചെറുക്കൻ, ഐ മീൻ എൻഗേജ്മെൻറ്റ് ഇപ്പോൾ ആവാൻ പോകുന്ന ആള്. അപ്പോൾ രേഷ്മ, നമ്മുടെ ബറ്റാലിയൻ ഓഫ് ആൾക്കാർ ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ വട്ടിയൂർക്കാവ് പട, രേഖ ചേച്ചി, അങ്ങനെ എല്ലാവരും റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. എന്നെ കണ്ട മെയിൻ ക്വസ്റ്റ്യന് ചേട്ടായി വന്നില്ലേ എന്നാണ്. പക്ഷെ എന്ത് ചെയ്യാനാ, ചേട്ടായിക്ക് വരാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് ആക്ച്വലി ഇന്നലെ വരെ വരാമെന്നുള്ള പ്ലാനിലൊക്കെ ആയിരുന്നു പുള്ളിക്കാരായിരുന്നു. അപ്പോഴാണ് ഒരു കോൾ അറ്റൻഡ് ചെയ്തേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാനത് മുതലാക്കി 2 ഹൈഫൻ്റെ ലിപ് ബാം മേടിച്ച് തന്നാൽ ഞാൻ ഒറ്റയ്ക്ക് പോവാം എന്നൊക്കെ ഭീഷണിപ്പെടുത്തി ബ്ലാക്ക് മെയിൽ ചെയ്തൊക്കെ എടുത്തിട്ട്. അപ്പോൾ ഇവിടുത്തെ ഫംഗ്ഷനൊക്കെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. വിളക്കൊക്കെ കത്തിച്ചു. 2 അച്ഛന്മാർ, പെണ്ണിൻ്റെ ചെറുക്കൻ്റെ അച്ഛന്മാർ വന്നിരുന്നു. ഇനി ജാതകമൊക്കെ കൈമാറും. നിങ്ങളുടെ അവിടേക്ക് ഇതേപോലെ തലക്കെട്ടൊക്കെ കെട്ടിയിട്ടാണോ ഇരിക്കുന്നത്? ഞങ്ങളുടെ അവിടെ അങ്ങനെയാണ് കേട്ടോ. ഞങ്ങളുടെ അവിടെ മീൻസ് ട്രിവാൻഡ്രത്ത് അങ്ങനെയാണ്, എൻ്റെ കൊല്ലത്ത് അങ്ങനല്ല. അപ്പോൾ ജാതകമൊക്കെ കൈമാറിയിട്ടുണ്ട് കേട്ടോ. ജാതകമൊക്കെ കൈമാറി. ഇനി അടുത്തതെന്ന് പറയുന്നത് ചെറുക്കൻ വന്നിരുന്നിട്ട് റിംഗ് എക്സ്ചേഞ്ച് ഒക്കെയാണ് കേട്ടോ. അപ്പം നമ്മുടെ കല്യാണ ചെക്കൻ അനന്ത് വന്നിട്ടുണ്ട്. എൻഗേജ്മെന്റ് ചെക്കൻ അങ്ങനെ പറയത്തില്ലല്ലോ ആരും അല്ലേ. അപ്പോൾ കല്യാണ ചെക്കൻ വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്തത് ഇനി നമുക്ക് റിംഗ് എക്സ്ചേഞ്ച് ആണ്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് നമ്മുടെ കുട്ടി ഇപ്പോൾ വരും. അപ്പോൾ കുട്ടി വന്നിട്ടുണ്ട്. അമ്മൂമ്മയുടെയൊക്കെ അനുഗ്രഹമൊക്കെ മേടിക്കുകയാണ്. നല്ല ക്ലീനാ ക്യൂട്ടാ എലഗൻ്റ് ആയിട്ടുള്ള ഒരു ലുക്കായിരുന്നു കേട്ടോ. വലിയ ഒരു ബഹളമൊന്നുമില്ല, ബട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഒരുങ്ങിയത് കാണാൻ. പുള്ളിക്കാരത്തി ഒരു ടീച്ചറാണ്. ആ ഒരു ടീച്ചറിൻ്റെ എല്ലാ എലഗൻസും ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചിരിയായിട്ടൊക്കെ ഉള്ളൊരു സുന്ദരി കുട്ടിയാണ് കേട്ടോ നമ്മുടെ ബ്രൈഡ്. അപ്പോൾ റിംഗ് എക്സ്ചേഞ്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷം അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ കല്യാണത്തിന്റെ ഡേറ്റ് സമയമൊക്കെ വായിക്കുന്ന ഒരു ചടങ്ങാണ് കേട്ടോ. വിവാഹം 2025 ആണ്ട് മെയ് മാസം 1-ാം തീയതി, അതായത് 1200 മേടം 18-ാം തീയതി വ്യാഴാഴ്ച. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ നേരം ഫോട്ടോ എടുപ്പ്, ഫംഗ്ഷൻ അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഫോട്ടോ എടുപ്പെല്ലാം കഴിഞ്ഞിട്ട് ഇനി അടുത്ത മെയിൻ ടാസ്ക് എന്ന് പറയുന്നത് ഫുഡ് കഴിപ്പാണല്ലോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ബ്രൈഡ് ആൻഡ് ഗ്രൂം. നന്നായിട്ടൊന്ന് കണ്ടോളൂ. ഇതുവരെയുള്ള ആക്ച്വലി വീഡിയോയിലെല്ലാം ഫ്രണ്ടിലെ വീഡിയോഗ്രാഫേഴ്സ് ഇരിക്കുന്നതുകൊണ്ട് നമുക്കങ്ങനെ എടുക്കാൻ തന്നെ പാടാണ്. അതുകൊണ്ട് കുറച്ച് വീഡിയോസ് എല്ലാം കുറച്ച് ഷേക്ക് ആയിരിക്കും. ലീല ചേച്ചിയുടെ വകയുള്ള ഫോട്ടോ പോസിങ് ആണ് അതെല്ലാം. അപ്പോൾ നമ്മൾ കുറച്ചു നേരം അവിടെയൊക്കെ നിന്ന് ഗണേശനായിട്ടൊക്കെ സംസാരിക്കും. ഗണേശൻ ഭയങ്കര രസമാണ്. അപ്പോൾ ലീല ചേച്ചി, ഞാൻ, ഗണേശൻ, രേഷ്മ, അങ്ങനെ എല്ലാവരുമായിട്ട് കുറേ നേരം സംസാരിച്ചു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഊണുണ്ണാൻ കയറി കേട്ടോ. ഊണ് വന്നാൽ പിന്നെ നമ്മളത് ഫുള്ളൊരു വീഡിയോ എടുത്തില്ലെങ്കിൽ മോശമല്ലേ. അതുകൊണ്ട് ഊണൊക്കെ ഞാൻ നിങ്ങൾക്കത് ഷൂട്ട് ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ച്. നിങ്ങൾക്കൊക്കെ വിശക്കുന്നുണ്ടോ? ഒരു കാര്യമില്ല. ഗോപിക ഇന്ന് നല്ല സുന്ദരി കുട്ടിയായിട്ടാണ് വന്നത്. പക്ഷെ അവള് വീഡിയോ വരാൻ സമ്മതിക്കില്ല. അപ്പോൾ ഫോൺ എടുത്ത് വെക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എടുത്തൊക്കെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. ഞാനപ്പോൾ ഫോൺ ഉണ്ടെന്നതിൻ്റെ ഇടയിൽ അവളെ കണ്ട ഉടനെ ഞാൻ ഒരു വീഡിയോ മിസ്സാവണ്ടെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഫോണായിരുന്നുകൂടി എന്ന് പറഞ്ഞ് എന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ബോളി വന്നു, പായസം വന്നു, അടുത്ത പായസം വന്നു. അങ്ങനെ സൂപ്പറാണ്. ഞങ്ങൾ സദ്യയൊക്കെ കഴിച്ചങ്ങോട്ട് കഴിഞ്ഞു. സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറേ നേരം ഞങ്ങൾ അങ്ങനെ റെസ്റ്റ് എടുക്കുമായിരുന്നു കേട്ടോ.
അടുത്ത ആഴ്ച നമ്മുടെ വിഷ്ണുവിന്റെ കല്യാണമാണ്. അപ്പോൾ അവൻ മുടിയൊക്കെ ഇപ്പിച്ചിട്ട് വളർത്തിയിട്ട് കല്യാണ സമയമാകുമ്പോൾ വെട്ടി സുന്ദരനാവാനാണ് അവന്റെ പ്ലാന്. അപ്പൊ ഞാൻ വീഡിയോയിൽ പറയൂടാന്ന് പറഞ്ഞപ്പോൾ ഇതൊക്കെ വ്ളോഗിൽ പറയാൻ പാടില്ല എന്ന് പറയൂ കേട്ടോ. അവൻ ഗോപിക വീണ്ടും എന്നെ കാണുമ്പോൾ ഓടുക, ഇവളെ കൊണ്ട് തോറ്റെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പൊ നമ്മുടെ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള പാട്ട് പ്രാക്ടീസ് ഒക്കെ നടക്കുകയാണ്. ഗണേശനും അമ്മു പാട്ട് പാടുന്നുണ്ട്. അപ്പൊ അവിടെ ഇരുന്ന് തന്നെ പ്രാക്ടീസ്, കാരണം ഇനി നമുക്ക് ഒരാഴ്ച സമയമുള്ളൂ. അപ്പൊ നമ്മളെല്ലാവരും കൂടുന്ന ടൈമിങ് വളരെ കുറവാണ്. കാരണം ഞാൻ തക്കലയിലാണ്, അവരും ഓരോരുത്തരും ജോലിക്കും സ്കൂളിലും ഒക്കെ പോകുന്നവരാ. അപ്പൊ നമ്മളിങ്ങനെ കിട്ടുന്ന അവസരങ്ങളൊക്കെ മുതലാക്കി എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയൊക്കെ പഠിച്ചാലും എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒന്നിച്ച് ഒരിടത്ത് വന്ന് നിന്ന് അപ്പൊ പ്രാക്ടീസ് ചെയ്യുന്ന പോലെ എന്തായാലും വരത്തില്ല. പിന്നെ നമുക്കൊരു ഫംഗ്ഷന്, നമ്മുടെ വീട്ടിലൊരു ഫംഗ്ഷൻ എല്ലാവരും കൂടെ ചേർന്ന് എങ്ങനെ അടിപൊളിയാക്കാം, അതാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. നമുക്കിനി ഒരുപാട് നേരം ഇവിടെ നിൽക്കാൻ സമയമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇറങ്ങാം. എന്നാലും നമ്മൾ കുറേ നേരം ഇരുന്നു. അത് കഴിഞ്ഞ് കാരണം നമുക്കിനി തക്കലയിലുള്ള റിസപ്ഷന് പോകണം കേട്ടോ. അപ്പോൾ ഞാൻ, രേഖ ചേച്ചി, ചേട്ടൻ, അപ്പു, വിഷ്ണു, ലീല ചേച്ചി എല്ലാവരും കൂടെ കാറിൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിന് പോകുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇന്നൊരു ടാസ്ക് കൂടെ ഉണ്ട്. നമുക്കാണെങ്കിൽ ആക്ച്വലി പോകുന്ന വഴിക്ക് കല്യാണം പറച്ചില്ല ഇനി അപ്പുവിൻ്റെ ഫ്രണ്ട്സിനൊക്കെ പറയാനുണ്ട് കേട്ടോ. അപ്പോൾ അത് പറയാൻ വേണ്ടി അപ്പു, രേഖ ചേച്ചി കൂടെ അങ്ങോട്ട് പോയി. ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ഒരു നാരങ്ങകളൊക്കെ കുറിച്ച് വെയിറ്റ് ചെയ്തു. അടുത്ത നമുക്കെന്ന് പറയുന്നത് ജോസ് ആലുക്കാസിൽ പോകണം കേട്ടോ. സ്വർണ്ണം എടുക്കണം, ജോസ് ആലുക്കാസിൽ പോകണമെന്ന് വിചാരിച്ചിട്ടല്ല. അപ്പോൾ നമ്മൾ തക്കലയിലോട്ട് പോകുന്ന വഴിയിൽ ജോസ് ആലുക്കാസിൽ കയറി. ലീല ചേച്ചി ഒരു ബ്രേസ്ലെറ്റ് വാങ്ങാൻ വേണ്ടി കയറിയതാണ് വിഷ്ണുവിനെ കല്യാണത്തിന് കൊടുക്കാൻ. അപ്പോൾ അവരുടെ അളവൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അവരെയും കൊണ്ട് വരുമ്പോൾ സെലക്ട് ചെയ്താലല്ലേ പെർഫെക്റ്റ് ആവത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ കയറിയതാണ്. അപ്പോൾ അവൻ്റെ പരുവത്തിനുള്ള ബ്രേസ്ലെറ്റ് ഒക്കെ മേടിച്ചു. നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് ശരിയൊക്കെ ആക്കി കേട്ടോ. കല്യാണ ചിക്കൻ ശരിക്കണുണ്ടോ. അങ്ങനെ അതൊക്കെ മേടിച്ചു. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് പോകേണ്ടത് തക്കലയിലുള്ള റിസപ്ഷൻ. അത് അച്ഛൻ്റെ ഫാമിലിയിലുള്ള ഒരു അനിത ചേച്ചിയുടെ മോൻ്റെ കല്യാണമായിരുന്നു കേട്ടോ രാവിലെ. ഇപ്പം കല്യാണത്തിന് രാവിലെ നമുക്ക് പോകാൻ പറ്റില്ല, അതിന് അമ്മ പോയി കല്യാണത്തിന്, നമ്മളെല്ലാം എൻഗേജ്മെൻറ്റിനും പോയി. അപ്പോൾ തിരിച്ച് വന്നപ്പോൾ നമ്മൾ റിസപ്ഷന് കയറാൻ പോവാണ്. അപ്പോൾ നമ്മുടെ വീട്ടിനടുത്തുള്ള ശ്രീലക്ഷ്മി മണ്ഡപത്തിലായിരുന്നു കേട്ടോ കല്യാണം, റിസപ്ഷൻ. അപ്പോൾ നല്ലൊരു റിസപ്ഷൻ ഫംഗ്ഷൻ ആയിരുന്നു. നമ്മൾ കയറുമ്പോൾ തന്നെ നിറയെ കൗണ്ടേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ലൈക്ക് ലൈവ് കൗണ്ടേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ടീ, പിന്നെ ഐസ്ക്രീം ഇല്ലായിരുന്നു, ടീ, പോപ്കോൺ, പിന്നെ അങ്ങനെ പല ടീ തന്നെ പല ടൈപ്പ് ഓഫ് ടീ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ മേളിൽ കയറി ചെന്നപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ ഈ നല്ല വാതിലിനുള്ള ആൾക്കാരെല്ലാം പെണ്ണിൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സ്വീകരിക്കാനൊക്കെ അനിത ചേച്ചിയൊക്കെ അങ്ങോട്ട് പോയിരിക്കുമായിരുന്നു. അപ്പോൾ അവരാരും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആ ചേച്ചിയൊക്കെ വരുന്നവരെ വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രൈഡ് ആൻഡ് ഗ്രൂം കേട്ടോ. നല്ല സുന്ദരനായിട്ടുണ്ടല്ലേ. അപ്പോൾ നമ്മൾ അനിത ചേച്ചിയൊക്കെ വന്നിട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. കാരണം ഇവർക്ക് ഇനി ട്രിവാൻഡ്രത്ത് തിരിച്ചും പോകണമായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലത്തെ ഇപ്പം നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണെന്നേ. വീഡിയോഗ്രാഫിക്കാരൊക്കെ രാവിലെ നമ്മൾ എന്താ പറയുക, രാവിലെ നമ്മൾ കല്യാണത്തിന് പോകാത്തവർക്ക് എല്ലാ കാര്യങ്ങളും അവിടുത്തെ തന്നെ ടി വിയിൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പോയി ഒരു ചായയും പിന്നെ ബജിയൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും വെയിറ്റ് ചെയ്യല്ലേ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അവരെ വന്ന് കണ്ട് ചേച്ചിയൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് കഴിക്കാനൊക്കെ പോയാൽ മതി എന്ന് പറഞ്ഞാൽ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ മീൻ ടൈമിൽ നമ്മളൊരു ചായ, പണ്ട് ചായ തന്നെ അവിടെ പല ടൈപ്പ് ഉണ്ട്. ഗ്രീൻ ടീ, ജിഞ്ചർ ടീ, ഹിബിസ്കസ് ടീ, അങ്ങനെ ഒരുപാട് ടൈപ്പ്, കട്ടൻ ചായ, ബ്ലാക്ക് കോഫി, അങ്ങനെ പല ടൈപ്പ് ഓഫ് ടീ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ബട്ടർ സ്കോച്ച്, അങ്ങനെ പിന്നെ ഐസ്ക്രീം വിത്ത് ചോക്ലേറ്റ്, അങ്ങനത്തെ സംഭവങ്ങൾ. പിള്ളേരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ പഞ്ഞിമുട്ടായി, അങ്ങനെ കുറേ വെറൈറ്റി സാധനങ്ങളൊക്കെ ഞാൻ അവിടെ കണ്ടു കേട്ടോ. ഞാൻ ആ ചേട്ടനോട് പറഞ്ഞ് ഒരെണ്ണം ഉണ്ടാക്കി കാണിച്ചു തരുമോ, ഞാൻ എൻ്റെ വ്ളോഗിലുള്ളവരെയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പുള്ളിക്കാരനെ കൊണ്ട് ഉണ്ടാക്കിയത്. ഇത് രാവിലത്തെ ഫംഗ്ഷൻ്റെ നമ്മുടെ കല്യാണം കാണാത്തവർക്ക് എല്ലാവർക്കും കല്യാണം തന്നെ കാണാൻ പറ്റും കേട്ടോ. നമുക്ക് ഈവനിങ് പോകുമ്പോൾ ഒരു നല്ല സിസ്റ്റം അല്ലേ. അപ്പോൾ തന്നെ ഈവനിങ് തന്നെ പോകാൻ പറ്റുമോ, കാണാൻ പറ്റുന്നതൊരു നല്ല കാര്യമാണ്. പിന്നെ അവിടുത്തെ സ്ക്രീനിലാണെങ്കിൽ അവരുടെ സേവ് ദ ഡേറ്റിൻ്റെ വീഡിയോസ് ഇട്ടിട്ട് ഭയങ്കര സൂപ്പറായിരുന്നു കാണാൻ. സത്യം പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ അത്രയ്ക്ക് സൂപ്പറായിട്ട് നിങ്ങളെ ഒന്ന് കാണിച്ചു തരണമെന്ന് വെച്ചാൽ ഞാൻ അവരുടെ വീഡിയോ ഒക്കെ റിക്വസ്റ്റ് ചെയ്ത് മേടിച്ചിട്ടോ. അപ്പോൾ ഒന്ന് കണ്ടിട്ട് വാ.
steep. And when his wings enfold you, Our hearts yield beat to him. to the city streets. We began to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts her hand in mine. We wanna chase the night, wanna dance to the light. For love is sufficient unto love. അപ്പോൾ എല്ലാവർക്കും സേവ് ദ ഡേറ്റിൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമായോ? നല്ല ക്യൂട്ട് സൂപ്പർ ആയിരിക്കുന്നല്ലേ. അതാ ഞാൻ നിങ്ങളെ കൂടെ കാണിച്ചു തരണമെന്ന് വിചാരിച്ച് കാണിച്ചു തന്നത്. അപ്പോൾ അനത്ത് ചേച്ചിയൊക്കെ വന്നിട്ടുണ്ട്, നല്ല സുന്ദരി കുട്ടിയായിട്ട് ഒരുങ്ങിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിയൊക്കെ കണ്ട് അതിന് ശേഷം നമ്മൾ കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടുത്തെ നാഗർകോവിലൊക്കെ ഉള്ള റിസപ്ഷൻ്റെ ഫുഡ് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അത് പല പല ഐറ്റംസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഞാൻ നിങ്ങളെ കൊണ്ടൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതെല്ലാം കഴിച്ചതിന് ശേഷം നമ്മളൊന്ന് വെളിയിലിറങ്ങി ഞാനൊരു ഗ്രീൻ ടീ കുടിച്ചു കേട്ടോ. ഗ്രീൻ ടീ കുടിച്ചു. പിന്നെ എല്ലാവരും ഓരോരോന്നൊക്കെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ചേച്ചി ഫോട്ടോ പോലെ പോസ് ചെയ്യുക, വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി തിരിച്ച് പോകാൻ പോകാം കേട്ടോ. ഇവർ ഞങ്ങളെ ഒന്ന് വീട്ടിലാക്കും, കുറച്ച് നേരം ഇരുന്നിട്ട് അങ്ങനെ തിരിച്ചു പോകാനാണ് പ്ലാൻ. കാരണം ഓൾറെഡി ഇപ്പോൾ നല്ല ലേറ്റ് ആയിട്ടുണ്ട്, വീട്ടിൽ എത്തുമ്പോൾ ലേറ്റ് ആവും. സോ നിങ്ങൾക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.